മാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതർ, എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ ആത്മ സുഹൃത്തുക്കളായ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, സ്നേഹിതന്മാർ, മനുഷ്യൻ്റെ ജീവിതം ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു പോയാൽ പരിഹരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന ആയത്തിലൂടെ സമയത്തിൻ്റെ വലിപ്പം കാണിച്ചു തന്നത്. സമയം, സെക്കൻഡ്, മിനിറ്റ്, ദിവസം, ആഴ്ചകൾ, ഈ സമയം നഷ്ടപ്പെട്ടു പോയാൽ അത് പരിഹരിക്കാൻ കഴിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, എന്നാൽ നിഅ്മതാനി മഖ്ബൂലും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്ഹഹത്തു വൽ ഫറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുത്ത രണ്ട് പ്രധാനമായ അനുഗ്രഹം, അതിൽ പലരും നഷ്ടം സംഭവിക്കുന്നു, അതിനെ വേണ്ടത്ര ലാഭിക്കുന്നില്ല, ഉപകരിക്കുന്നില്ല. എന്താണത്? അസ്ഹഹത്തു, ഒന്ന് ആരോഗ്യം, വൽ ഫറാഉ, ഒഴിവുള്ള സമയം. ഈ രണ്ട് സമയവും ഉള്ളവരാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾക്ക് ഒഴിവ് എന്ന് പറഞ്ഞാൽ പഠിക്കാനില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് കുടുംബജീവിതം നോക്കേണ്ട ചുമതല ഇല്ല, വീട്ടിൻ്റെ ഉത്തരവാദിത്വം അവർക്കില്ല, രാഷ്ട്രീയ രംഗത്ത് അവർ കടന്ന് പറ്റിയിട്ടില്ല, അങ്ങനെ ഭരണപരമായ ഉത്തരവാദിത്വമില്ല. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ജീവിതം, അതാണ് വിദ്യാർത്ഥി ജീവിതം, വിദ്യാർത്ഥികളുടെ കാലം. ആ സമയത്തെ ലാഭിക്കുക, അതാണ് ഒന്ന് പഠനം, രണ്ട് പ്രവർത്തനം. പഠനം നന്നായി പഠിക്കണം, പ്രവർത്തിക്കണം, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ പല സാമുദായിക സംഘടനകളും ന്യൂനപക്ഷത്തിൻ്റെ കുത്തക ചില രാഷ്ട്രീയക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ട് ചർച്ച നടത്തുകയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഏതാനും ദിവസങ്ങളായി എവിടെയും ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം, ആ ന്യൂനപക്ഷത്തിന് വേണ്ടി, സമുദായത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സാമുദായിക സംഘടനകൾ രാഷ്ട്രീയക്കാരെ ഉപദേശിക്കുകയും രാഷ്ട്രീയക്കാർ ഇങ്ങോട്ട് മറുപടി പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഇവിടെ ന്യൂനപക്ഷമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് എന്ന്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, ന്യൂനപക്ഷത്തിൻ്റെ പാർട്ടികളുണ്ടായിരിക്കാം, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ലാതെ ഇവിടെ ആരുടെയും പ്രത്യേകമായ ഒരു താല്പര്യം മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാതെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വിഭാഗമാണ്
ഇവിടെ അധികമുള്ളത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ കുത്തക ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അനുവദിക്കുകയുമില്ല. അതുപോലെ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നും മതത്തിലേക്ക് കടന്നു വന്നും മതത്തിൻ്റെ ആളുകളെ ഉപദേശിക്കുന്ന ഒരു പ്രവണത നാം ഇവിടെ കണ്ടുവരികയാണ്. അതൊരിക്കലും അനുവദിക്കാൻ നിർവാഹമില്ല. സാമുദായിക സംഘടനകളും എല്ലാ രാഷ്ട്രീയ സംഘടനകളും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കുക. ഇതിവിടെ ഉണ്ടോ? നാം ഇത് കാണുന്നുണ്ടോ? ഇല്ല. രാജ്യം ഭരിക്കണം, ഭിന്നിച്ച് ഭരിക്കണം, ബഹളത്തിലൂടെ ഭരിക്കണം എന്ന് ചിന്തിക്കുന്നവരല്ലേ എവിടെയും കാണുന്നത്? എവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടോ ഉടനെ കേൾക്കാം സ്ഫോടനം, സ്ഫോടനം, സ്ഫോടനം. എവിടുന്നാണ് ഈ സ്ഫോടനം വരുന്നത്? ആളുകളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി വോട്ട് വാങ്ങാനുള്ള ഈ നീക്കം രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാത്ത കാലത്തോളം രാജ്യത്തിന് സമാധാനമുണ്ടാവുകയില്ല. രാഷ്ട്രീയ കക്ഷികൾ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവാം, ആ അഭിപ്രായം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക. പക്ഷേ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും കണ്ണു തുറന്ന് കാണുക തന്നെ വേണം. അത് കാണാതിരുന്നാൽ അബദ്ധമാണ്, സംശയം വേണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ക്രിയാത്മകമായി എന്തെല്ലാം ഇവിടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് നൂറുകണക്കിനല്ല ലക്ഷങ്ങൾ തന്നെ ജോലിയില്ലാതെ തിരിച്ചു വരികയാണ്. ഒരുപാട് കാലം വലിയ ശമ്പളം വാങ്ങി പണമുണ്ടാക്കി പിന്നെ ജോലിയില്ലാതെ ആയവർ അല്ല. അവിടെ ചെന്ന് ഒരുപാട് കാലം ജോലിയില്ലാതെ കഷ്ടപ്പെടുകയും നിസ്സാരമായ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന നിരവധി സംഖ്യ കടപ്പെടുത്തി വിദേശത്തേക്ക് പോയ ആളുകളടക്കം ഇന്ന് തിരിച്ചു വരികയാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർ തിരിച്ചു വരേണ്ടി വരുന്നത്. എന്നാൽ ഈ രാജ്യത്തുള്ള രാഷ്ട്രീയക്കാരും സാമുദായിക സംഘടനകളും എല്ലാ വിഭാഗം ആളുകളും അത്തരം ആളുകളെ പുനരധിവസിപ്പിക്കാനും അവർക്ക് സൗകര്യമായ കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒന്നായി ചേർന്ന് പ്രവർത്തിക്കാനും ഇവിടെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. വിശിഷ്യ നമ്മുടെ കേരളത്തിൽ ഒരു ഫാക്ടറിയോ കമ്പനിയോ തുടങ്ങാൻ പണക്കാരന് ധൈര്യമില്ല. തുടങ്ങുന്നതിൻ്റെ മുമ്പ് സമരം നടത്തി പൂട്ടിച്ചിട്ടല്ലാതെ അടങ്ങുകയില്ല. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ. ആവശ്യത്തിന് സമരം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ അയൽനാടുകളിൽ എത്രയോ കമ്പനികളും ഫാക്ടറികളും തൊഴിലുകളും നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് അത് നടക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തമൂജുക മൗജിൽ ബഹരി, കടലിൻ്റെ തിരമാലകൾ മറിയുന്നത് പോലെ മറഞ്ഞു കളിക്കുന്ന ഒരു സമയം. എവിടെയും കലാപം, എവിടെയും ഫിത്ന, എവിടെയും ഊഹാപോഹങ്ങൾ, എവിടെയും ഒച്ചപ്പാടുകൾ, എവിടെയും ബഹളങ്ങൾ. ഈ ഒരവസ്ഥ അറുതി വരുത്താൻ
സംസ്കാര സമ്പന്നമായ സമുദായത്തെ ഇവിടെ കെട്ടിപ്പടുക്കണം. അതിന് SSF അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ 40 കൊല്ലം നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അലി അൽ ഹാഷിമി തവല്ലല്ലാഹു ഉംറഹു മഹാനവറുകൾ പറഞ്ഞതുപോലെ റിസാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റിസാലത്ത് ലഭിച്ചത് 40-ാമത്തെ വയസ്സിലാണ്. 40 വയസ്സോടുകൂടിയാണ് പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം വന്നത്. SSFകാരോട് പറയാനുള്ളത് 40 കൊല്ലം കൊണ്ട് നമ്മുടെ പ്രവർത്തനം പൂർത്തിയായി എന്ന് ധരിക്കാതെ 40 കൊല്ലമായപ്പോൾ നമുക്ക് പ്രായം പൂർത്തിയായിരിക്കുന്നു, പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 40 കൊല്ലം പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ നാം പ്രവർത്തിക്കണം. സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിച്ചേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് പറയുകയാണ്, നമ്മുടെ ഈ കുട്ടികൾ, ഈ വിദ്യാർത്ഥികൾ ഒരിക്കലും ഈ പാതയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല, അവരൊരിക്കലും വ്യതിചലിച്ചു പോവുകയില്ല. സംശയം ആർക്കും വേണ്ട. എന്തുകൊണ്ട്? ഈ വിദ്യാർത്ഥി സമൂഹം അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തവല്ലല്ലാഹു ഉംറഹു മഅ അസ്സിഹത്തി വൽ ആഫിയ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ, അല്ലാഹു അവർക്ക് ആരോഗ്യം നൽകട്ടെ. ഈ സദസ്സിലേക്ക് വരാൻ വേണ്ടി അവിടെ നിന്ന് ഉള്ളാളത്ത് നിന്ന് പുറപ്പെട്ട് വീട്ടിലെത്തിയെങ്കിലും തീരെ സുഖമില്ലാത്തത് കൊണ്ട് വന്നിട്ടില്ല. ദുആ ചെയ്യാൻ പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഓമന മകൻ ഹാമിദ് കോയ തങ്ങൾ ഇവിടെ വന്നു, നമുക്ക് ദുആ ചെയ്തു തരികയും ചെയ്തു. അവരിവിടെയുണ്ട്. ഞാൻ പറയുന്നു, ആ താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ, ഈ ഇരിക്കുന്ന സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വളരുന്നവരാണ് ഇവിടുത്തെ SSFകാർ. അവരുടെ നേതൃത്വത്തിൽ വളരുന്നവരാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഒരിക്കലും വഴിപഴക്കില്ല, ഒരിക്കലും ഇവിടെ ബഹളമുണ്ടാക്കുകയില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി ഞാൻ ആണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ സമരം, വിദ്യാർത്ഥികളുടെ സമരം ഒരിക്കലും വാളും പരിചയം എടുത്തുള്ള സമരമല്ല, ബോംബ് സ്ഫോടനത്തിലൂടെ സമരമല്ല, അക്രമത്തിലൂടെയുള്ള സമരമല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അവൻ്റെ റബ്ബിൻ്റെ മഹത്വത്തെ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി ഭയപ്പെടുകയും, വനഹൻ നഫ്സ അനിൽ ഹവാ, അവൻ്റെ ദേഹ ഇച്ഛയത്തിൽ നിന്ന് ദേഹത്തെ തടയുകയും ചെയ്തവൻ, ശരീരത്തിൻ്റെ ഇച്ഛയിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തിയവൻ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവന് അഭയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, മാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരം എപ്പോഴും പൈശാചികത്വത്തിലേക്ക് നമ്മെ നയിക്കും, എപ്പോഴും അബദ്ധത്തിലേക്ക് നയിക്കും. ആ സമയത്ത് അതിൽ നിന്ന് വിരമിക്കാൻ, അതിലേക്ക് പോകാതെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ സർവശക്തനായ അള്ളാഹുവിൻ്റെ ഓർമ്മ നമുക്ക് വേണം. അതാണ് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മഹത്വം, റബ്ബിൻ്റെ കുതിർത്ത് കൂടാതെ ഇവിടെ മഴ
വർഷിക്കുകയില്ല. റബ്ബിൻ്റെ കുദ്റത്ത് കൂടാതെ മഴ നിൽക്കുകയില്ല. റബ്ബിൻ്റെ കുദ്റത്ത് കൂടാതെ ഒരു കൈവിരൽ അനക്കാൻ സാധ്യമല്ല, അത് താഴോട്ട് മടക്കാൻ സാധ്യമല്ല. റബ്ബിൻ്റെ തൗഫീഖ് കൂടാതെ ഇവിടെ ഒരു കണ്ണു ചിമ്പി തുറക്കാൻ കഴിയില്ല, അക്ഷരം സംസാരിക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആ മഹത്തായ സ്ഥാനം മനസ്സിലാക്കി റബ്ബുൽ ഇസ്സത്തിന്റെ മഖാം ഭയപ്പെട്ടുകൊണ്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, അവൻ്റെ ശരീരത്തെ അവൻ്റെ ഇച്ഛയെ തൊട്ട് തടഞ്ഞു നിർത്തിയവൻ അവനാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം. കണ്ടോ നിങ്ങൾ, പരിശുദ്ധ ഇസ്ലാം വരുമ്പോൾ ഇവിടെ കള്ളുകുടിയുണ്ടായിരുന്നു. പരിശുദ്ധ മക്കയിൽ കള്ളു കുടിക്കുന്നവരായിരുന്നു അവിടുത്തെ മുശ്രിക്കുകൾ. കുടിക്കുന്നവരെന്നല്ല, ആ കള്ളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ കള്ളിൽ ഊട്ടപ്പെട്ടു പോയ ആ വിഭാഗത്തെ പരിശുദ്ധ ഇസ്ലാം സംസ്കരിച്ചു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം വന്നപ്പോൾ കള്ളു കുടിക്കരുത്, കള്ളു വിൽക്കരുത്, ഉപയോഗിക്കരുത് എന്ന ശക്തമായ താക്കീത്, അസന്നിഗ്ധമായ പ്രഖ്യാപനം അതിവിടെ വന്നപ്പോൾ നിങ്ങൾ നോക്കൂ, മദീനയിൽ കച്ചവടം ചെയ്തിരുന്ന ആളുകൾ അടക്കം അവരുടെ കള്ളുകൾ വലിച്ചെറിയുകയും പാത്രങ്ങൾ തച്ചുടക്കുകയും ചെയ്ത് പൂർണ്ണമായി വർജിച്ചു. അങ്ങനെ ഇതാ ഇവിടെ വളർത്തിയെടുക്കുന്നു. ഈ ഇരിക്കുന്ന SSF-കാരൻ റോട്ടിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കള്ളുചെത്തുകാരൻ അവൻ സൈക്കിളിലൂടെ കള്ളു കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തറഞ്ഞു വീണ് ഇവൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി കള്ളു വന്നാൽ, മാന്യ സഹോദരങ്ങളെ, നമ്മുടെ സംസ്കാരം നിങ്ങൾ നോക്കൂ. ആ കള്ള് ഊറ്റിയ സ്ഥലം നാം കൊണ്ടുപോയി കഴുകുന്നു. അതിൻ്റെ നിറവും മണവും രുചിയും പോകുന്നതുവരെ സോപ്പിട്ട് വരുതി കഴുകുന്ന ഈ സംസ്കാരത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചത് ഇസ്ലാം ആണ്. നിങ്ങൾ രക്തം കുടിക്കാറില്ല, കാഷ്ടം ഭക്ഷിക്കാറില്ല, മൂത്രം കുടിക്കാറില്ല. എന്നാൽ അതുപോലെ ഏറ്റവും നീചവും നികൃഷ്ടവുമായ ഒന്നാണ് കള്ള്, മദ്യം. അത് നിങ്ങൾ വായിലൂടെ ഒഴിക്കരുത്. അതുമാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ ബഹുമാനവും അവൻ്റെ ഹൃദയത്തെ കൊണ്ടാണ്, അവൻ്റെ കൽബ് കൊണ്ടാണ്. ഒരു വലിയ മനുഷ്യൻ, ഒരിക്കൽ ഇന്ത്യ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി പോലും അദ്ദേഹത്തിന് മാനസിക രോഗം വന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് പഞ്ചായത്തിൽ മത്സരിക്കാൻ മെമ്പർഷിപ്പ് പോലും കൊടുക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞിട്ടല്ല, ഭംഗി കുറഞ്ഞിട്ടല്ല, പണം കുറഞ്ഞിട്ടല്ല, തറവാട് കുറഞ്ഞിട്ടല്ല, മറിച്ച് ബുദ്ധി കേടുവന്നു പോയി. അപ്പോൾ ബുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ബുദ്ധിയെ കേടുവരുത്തുന്ന, അഖ്ലിന് ഭംഗം വരുത്തുന്ന ഏറ്റവും നീചവും നികൃഷ്ടവുമായ വസ്തുതയാണ് മദ്യം കഴിക്കലെന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ അത് സ്വീകരിച്ചവരാണ് മുസ്ലിം സമുദായം. അത് സ്വീകരിച്ചവരാണ് എൻ്റെ SSF-ൻ്റെ വിദ്യാർത്ഥികൾ. അതാണ് നാം കോളേജുകളിൽ നടപ്പാക്കുന്നത്. മറ്റ് കോളേജുകളിലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത്തരം നീതനികൃഷ്ട പ്രവർത്തനങ്ങളുമുണ്ടെങ്കിൽ ഉപദേശത്തിലൂടെ, നല്ല ക്രമത്തിലൂടെ ആ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരെ നന്നാക്കിയെടുക്കുകയും ചെയ്യുന്ന ചുമതലയാണ് നമ്മുടെ SSF-ൻ്റെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ജിഹാദു കലി നഫ്സിക,
നിന്റെ ശരീരത്തോട് നീ സമരം ചെയ്യുക. അതാണ് നമ്മുടെ സമരം. ആ സമരത്തിന് വേണ്ടി നാം ഇവിടെ പ്രവർത്തിക്കുന്നു, അതിനു വേണ്ടി അധ്വാനിക്കുന്നു. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, SSFകാരോട് പ്രത്യേകിച്ചും അല്ലാത്തവരോട് പൊതുവിലും പറയാനുള്ളത്, ഇന്ന് ലോകം അങ്ങേയറ്റം മലീമസമായി കൊണ്ടിരിക്കുന്ന സമയം. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് അല്പമെങ്കിലും സമാധാനമുള്ളത്. നാം അമേരിക്കയിലേക്ക് നോക്കിയാൽ കുഴപ്പം, അതുപോലെ സിറിയയിൽ കുഴപ്പം, ബഗ്ദാദിൽ ഇന്നലെയും അതാ ടെലിവിഷനിലൂടെ വിവരങ്ങൾ അറിയിക്കുന്നു, ബഗ്ദാദിൽ ഏറ്റവും വലിയ കലാപം നടക്കുന്നു. സുന്നികളെ കൊന്നൊടുക്കുന്ന കലാപമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ സമ്മേളനത്തിൽ സംബന്ധിക്കാമെന്ന് സംബന്ധിച്ചിരുന്ന ബഗ്ദാദിലെ ചീഫ് മുഫ്തി എന്നെ വിളിച്ചിട്ട് പറയുന്നു, പൊന്നു സുഹൃത്തെ, ബഗ്ദാദിൽ നിന്ന് പുറത്തു പോയിക്കൂടാ, ഈ സമയം വളരെ ഗൗരവമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അദ്ദേഹം കണ്ണുനീര് വാർത്തുകൊണ്ട് എന്നോട് ടെലിഫോണിലൂടെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട യുവാക്കളെ, അങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ കൊന്നൊടുക്കുന്ന നാടുകളും രാജ്യങ്ങളുമാണ് നാം കേൾക്കുന്നത്. കള്ളുകുടിയന്മാരും മദ്യപാനികളും വർദ്ധിക്കുന്ന നാടുകളാണ് നാം കേൾക്കുന്നത്. ആ സമയത്ത് നാം എല്ലാവരും അതിൽ നിന്ന് മുക്തരായി നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കണം. രാജ്യത്ത് മതമൈത്രിയും മതസൗഹാർദ്ദവും നിലനിർത്തുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ SSFകാരും SYSകാരും ആവണം. അവരാണ് ഇവിടെ മാതൃകയാവേണ്ടത്. അവർ മതസൗഹാർദ്ദം നിലനിർത്തണം, മതമൈത്രി നിലനിർത്തണം. രാഷ്ട്രീയക്കാർ തമ്മിലടിക്കുമ്പോൾ ആ തമ്മിലടി ഇല്ലാതെയാക്കി ഇവിടെ സാമുദായിക സൗഹാർദ്ദമുണ്ടാക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. കുത്തകയുമായി വരുമ്പോൾ ഇവിടെ ന്യൂനപക്ഷമായി നിന്നുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശം നിയമത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ വാദിച്ച് നേടിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. നാം ആരുടെയും മുമ്പിൽ അടിയറ വെച്ച് കൊടുക്കേണ്ടതില്ല, ഒരിക്കലും അങ്ങനെ വെച്ച് കൊടുക്കുന്ന പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എപ്പോഴും ഭയപ്പെടുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ചീത്ത പറയുന്നവരും തെറി പറയുന്നവരുമായ ശത്രുക്കളുണ്ടാകും. അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ അറിയിച്ചില്ലേ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. എല്ലാ പ്രവാചകർക്കും എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. ആരാണ്? ഷയാത്തീനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ, വൽ ജിന്നി, ജിന്നിൽപ്പെട്ട പിശാചുക്കൾ. അങ്ങനെ മനുഷ്യരിലെ പിശാചുക്കളും ജിന്നിലുള്ള പിശാചുക്കളും ഇവിടെ ഉണ്ട്. യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ദിൻ, അവരിൽ ചിലർ മറ്റു ചിലരോട് മന്ത്രിച്ചു കൊടുക്കുകയാണ്. സുഖ്റുഫൽ ഖൗലി, അസത്യമായ വാക്കുകൾ, തെറ്റായ വാക്കുകൾ അവർ മന്ത്രിച്ചു കൊടുക്കുകയാണ്. ഹുറൂറൻ, വഞ്ചിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വലൗ ശാ അല്ലാഹു മാ ഫഅലൂഹു. അല്ലാഹു ഇവിടെ എല്ലാവരും ശത്രുതയില്ലാത്തവരാകണം എന്നുദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് നടക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഫദർഹും അവർ നുണ പറയട്ടെ, അവർ കളവ് പറയട്ടെ, അവരെ നിങ്ങൾ വിട്ടേക്കുക. അതിൻ്റെ കൂടെ പോയാൽ നിങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ സമയം കിട്ടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മാന്യ മുഅ്മിനുകളെ, അങ്ങനെ ഒരു ഭാഗത്ത് കളവ് പറയുന്നവരും ഒച്ചപ്പാടുണ്ടാക്കുന്നവരും ബഹളമുണ്ടാക്കുന്നവരും എല്ലാം, അതുപോലെ അഹങ്കാരത്തിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ
മറിച്ചിടുമെന്ന് പറയുന്നവർ, ഗവൺമെന്റിനെ കൊണ്ട് മാറ്റി എഴുതിക്കുമെന്ന് പറയുന്നവർ, അങ്ങനെ കോടതിയെ തന്നെ തിരുത്തുമെന്ന് പറയുന്നവർ, എങ്ങനെ അഹങ്കാരത്തിൻ്റെ ഒരുപാട് ആളുകൾ ഇവിടെ നാം കാണുന്നു, കേൾക്കുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ചിന്തിക്കാതെ സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നയം നാം സ്വീകരിക്കുക. അത് സമാധാനത്തിൻ്റെ നയമാണ്, സൗഹൃദത്തിൻ്റെ നയമാണ്. അതേ സമയത്ത് സത്യവിരുദ്ധമായ കാര്യം ആരെങ്കിലും ഇവിടെ പ്രഖ്യാപിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ അതിനെതിരായ എല്ലാ വാദങ്ങളും ഉന്നയിച്ച് ഇവിടെ നടത്തുമ്പോൾ നമ്മുണ്ടാതിരുന്നാൽ പറ്റുകയില്ല. സത്യസന്ധമായി വളരെ നീതിയോടെ മര്യാദയോടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം നാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. തെറ്റാണെന്ന് പറഞ്ഞ ആ കാര്യം തെറ്റാണെന്ന് തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അത് ചീത്തയുടെ ഭാഷയിലല്ല, തെറിപ്പൂരങ്ങളിലൂടെയല്ല, നല്ല ഭാഷയിലൂടെ ആവണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നിഷ്കാസനം ചെയ്യാൻ ഇവിടെ എക്കാലവും ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടന വളരെ വളരെ അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമായി മാത്രമാണ് ഇവിടെ ജീവിച്ചത്. ബഹുമാനപ്പെട്ട അൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിൻ്റെ ഇമാമുകൾ അവർക്കെതിരെ ഭീഷണി മുഴക്കിയവരുണ്ടായിരുന്നു, അവരുടെ പേരിൽ ആരോപണം പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ അവർ ഉറച്ചു നിന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ ശക്തിപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഔലിയാക്കൾ, അഖ്താബുകൾ, ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബുൽ ഗുന്യത്തി ലിതാലിബി തരീഖിൽ ഹഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ. മുഅ്മിനീങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിക്കൽ നിർബന്ധമാണ്. ഈമാൻ സലാമത്താകണമെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിക്കണം. അല്ലാത്ത കാലത്തോളം ഈമാൻ നിലനിൽക്കുകയില്ലെന്ന് ഔത്തുൽ അളമ പഠിപ്പിച്ചു, മുഴുവൻ ഔലിയാക്കളും പഠിപ്പിച്ചു, മുഴുവൻ സാലിഹീങ്ങളും പഠിപ്പിച്ചു, മുഴുവൻ പണ്ഡിതരും പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ വിദ്യാർത്ഥികളോട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിക്കുക. അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ശരിക്ക് പഠിക്കുക, പഠിപ്പിക്കുക. മറ്റുള്ളവരെ തെറി പറയുന്നതിന് പകരം ന്യായമായ ഭാഷയിലൂടെ നാം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്ത് ഇവിടെ നല്ല ഒരു ഭാവി ഇനിയും കെട്ടിപ്പടുക്കാൻ, ഇവിടെ നിലനിർത്താൻ നിങ്ങൾ ഉത്സാഹിക്കുക. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യൻ്റെ അറിവ് വളരെ പരിമിതമാണ്. ഈ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നമുക്കൊന്ന് അളന്നുകൂടാ. അതുകൊണ്ട് തന്നെയാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റുക, അവിടുന്ന് പഠിപ്പിച്ചത് സ്വീകരിക്കുക. യുക്തിക്ക് ഒത്താരും ഇല്ലെങ്കിലും അവിടുന്ന് പഠിപ്പിച്ചു തന്നത്, അവിടുന്ന് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ശബ്ദം ഇവിടെ ഇനിയും വരട്ടെ. അതിനെതിരായി വരുന്ന എല്ലാ തിന്മകൾക്കുമെതിരെ യുദ്ധം ചെയ്യുന്ന, സമരം ചെയ്യുന്ന, നമ്മുടെ ശരീരത്തോട് സമരം ചെയ്യുന്ന, നമ്മുടെ പൈശാചികത്വത്തോട് സത്യം കൊണ്ട് സമരം ചെയ്യുന്ന ജനങ്ങളിലേക്ക് ഇനിയും ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ നമ്മുടെ കേരള യാത്രയിൽ പ്രഖ്യാപിച്ചതാണ്, ഞാൻ തന്നെയാണ് പ്രഖ്യാപിച്ചത്. കേരള യാത്രയിൽ
നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ച് പോയിട്ട് ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഡിസിപ്ലിൻ ആണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്ന്. അത് തന്നെ ഇന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഡിസിപ്ലിൻ അത് അത്ഭുതപ്പെടുത്തണമെങ്കിൽ അതിന് പാഠമുള്ളവരായിരിക്കണം. വെറും സിന്ദാബാദ് വിളിച്ച് നടന്നാൽ ഇത് കിട്ടുകയില്ല. ഈ അച്ചടക്കം ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച്, ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച്, പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച് വളർന്നിട്ടുള്ളവരാവണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ഈ അച്ചടക്കമുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഒരു സമ്മേളനത്തിലും അച്ചടക്കരാഹിത്യമായി ഒന്നും കാണാൻ സാധ്യമല്ല. ഞാൻ ഒരു വെല്ലുവിളിയായി തന്നെ ചോദിക്കട്ടെ, ഈ 40 കൊല്ലത്തിനിടയിൽ ഇവിടെ ഭീകരവാദത്തിൻ്റെ പേരിലും അക്രമത്തിൻ്റെ പേരിലും കളവും ചൂഷണവും അഴിമതിയും നടത്തിയതിൻ്റെ പേരിലും പിടിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഏതാനും ചിലരൊക്കെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ SSFന്റെ മെമ്പർഷിപ്പുള്ള ഒരൊറ്റ കുട്ടിയെ കാണിച്ചു തരാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? ആ നിലക്കാണ് നമ്മൾ SSFനെ വളർത്തുന്നത്, ആ നിലക്കാണ് SYSനെ വളർത്തുന്നത്. SYSന്റെ ഒരു മെമ്പറെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ അധികൃതരും എല്ലാവരും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഒരാൾ വന്നിട്ട് വെള്ളിയാഴ്ച നമ്മൾ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരു ആഹ്വാനം ചെയ്യുക എന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സമ്മേളനം കഴിയട്ടെ, അള്ളാഹു താലാനോട് ഏതായാലും മഴ വേണം, എന്നാലും ഈ സമ്മേളനം കഴിയുന്നവരെ മഴ നിർത്തിത്തരാനൊന്ന് നമ്മൾ ദ്വാരക്കുക, അത് ആഹ്വാനമൊന്നും വേണ്ട, നമ്മൾ ദ്വാരക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ദ്വാരുന്നു. അള്ളാഹു താല ഇതുവരെയും നമുക്ക് നല്ല സൗകര്യം ചെയ്തു തന്നു. ഇനി നമുക്ക് മഴ വേണം. വേണ്ടേ? മഴ വേണം. അതിനാര് തരാൻ? അല്ലാഹു അല്ലാതെ ആരാണ് തരുന്നവൻ? ആരും തരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ മഴയില്ലാത്ത സമയത്ത് സഹാബത്ത് വന്ന് പറയുന്നു, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. أتيناك والعذراء تدبي لبانها وقد شغلت أم الصبي عن الطفل وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحلي. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സഹാബി പറയുന്നു, വലൈസ ലനാ إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. ഞങ്ങളിത് മഴയില്ലാതെ വിഷമിച്ച് അവിടുത്തെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു നബിയേ. അവിടത്തോട് ഞങ്ങളിത് ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് മഴ വേണം. ഞങ്ങളെ ആവശ്യം പറയാൻ അല്ലാഹുവിൻ്റെ മുർസലായ നബിയെ തങ്ങളല്ലാതെ ആരാണുള്ളത്? അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കൈ കൊണ്ടൊന്നിങ്ങനെ ആകാശത്തിലേക്ക് ചൂണ്ടി, അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. ഞങ്ങൾക്ക് മഴ വേണമല്ലാ, ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ദുആ ചെയ്തു. ആ കൈ ഇങ്ങനെ നീട്ടിയ സമയത്ത് ആകാശത്തിലൂടെ ഒരു ഓട്ട തന്നെ കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നിങ്ങൾക്ക് മദീന മുനവ്വറയിൽ പോയി നോക്കിയാൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ പെട്ടി കൊണ്ട് കൂട്ടിയ ആ കൂട്ടിൽ ഒരു ഓട്ടയുണ്ട്. ആ ഓട്ടക്ക് നേരെ അൽ ഖുബ്ബത്തുൽ ഖദ്റാ, അവിടുത്തെ പച്ച കുബ്ബ, അതിൻ്റെ മുകളിലും ഒരു ഓട്ടയുണ്ട് കേട്ടോ. അല്ലാഹുവിൻ്റെ ഹബീബ് മഴ തേടിയപ്പോൾ അവിടുത്തെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച
ആ സമയത്തുണ്ടായ ഓട്ട ദ്വാരം അതിനെ സ്മരിച്ചുകൊണ്ട് ഇന്നും അതാ അൽ ഖുബ്ബത്തുൽ ഖദ്റാ, ആ പച്ച കുബ്ബയിൽ ആ ദ്വാരം